ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ഫിനാലയ്ക്ക് ശേഷം ജാസ്മിൻ ജാഫറിന്റെ വിശേഷങ്ങൾ അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകർ. 23-കാരിയായ ജാസ്മിൻ തന്നെയായിരുന്നു ഈ സീസണിലെ ഏറ്റവും ശ്രദ്ധ നേടിയ താരം. നെഗറ്റീവ് പബ്ലിസിറ്റിയായിരുന്നു താരത്തിന് കൂടുതലും ലഭിച്ചത്. ഷോയിൽ നിന്നിറങ്ങി ഇതുവരെയായിട്ടും ആർക്കും ഇന്റർവ്യൂസ് ഒന്നും കൊടുക്കാൻ ജാസ്മിൻ തയ്യാറായിട്ടില്ല. എന്നാലിപ്പോൾ തന്റെ വിശേഷങ്ങൾ ആരാധകരുമായി യൂട്യൂബ് ലൈവ് വീഡിയോയിലൂടെ പങ്കിട്ടെത്തിയിരിക്കുകയാണ് ജാസ്മിൻ. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും താരം നൽകി. ഇതുവരെ ഒന്നിലും ആക്റ്റീവായിരുന്നില്ല. ഞാൻ സുഖമായിരിക്കുന്നു. നാളെ മുതൽ വീഡിയോസ് ഇട്ട് തുടങ്ങുമെന്നാണ് ജാസ്മിൻ പറയുന്നത്. കുറെ നാളായി വീഡിയോ ചെയ്യാത്തതുകൊണ്ട് ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. ഞാൻ സ്ട്രോങ് ആയിട്ടാണ് ഇരിക്കുന്നത്. കുറെ പേർ എന്നോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന്. കുഴപ്പങ്ങളൊന്നുമില്ല, ഹാപ്പിയായി ഇരിക്കുന്നു. വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. എന്നെ സ്വന്തം വീട്ടിലെ കൊച്ചിനെ പോലെ കാണുന്നവരോട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടുമുണ്ടെന്ന് ജാസ്മിൻ. ബിഗ് ബോസ് ഹൗസ് മിസ് ചെയ്യുന്നുണ്ട്. ഇനി മുതൽ വീഡിയോ ഉണ്ടാകും പഴയ ജാസ്മിനായി. പിന്നെ ഇന്റർവ്യൂ കൊടുക്കാൻ താല്പര്യമില്ലെന്നും ജാസ്മിൻ പറയുന്നുണ്ട്. മാക്സിമം എല്ലാത്തിൽ നിന്നും ഞാൻ ഒഴിഞ്ഞുമാറി നടക്കുകയാണ്. 1-2 ചാനലിന് ഇന്റർവ്യൂ കൊടുത്തേക്കും, അല്ലാതെ എല്ലാ ചാനലിനും കൊടുക്കാൻ താല്പര്യമില്ല. പുറത്തുനിന്നുള്ള സപ്പോർട്ടാണ് ഹൗസിൽ നമ്മൾ ഏത് പൊസിഷനിൽ നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഗെയിം കഴിഞ്ഞു. അവിടെ നിന്നും എടുക്കേണ്ട നല്ല കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റിയാലിറ്റി വേൾഡിൽ ജീവിക്കുന്നു. ജിൻഡോ കാക്ക അടിപൊളിയാണെന്നും ജിൻഡോ കാക്കയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും താരം പറയുന്നു. സംസാരിക്കേണ്ടവരോടെല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. സംസാരിക്കേണ്ടാത്തവരോട് ഞാൻ സംസാരിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. കാണിച്ചു കൂട്ടിയതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്സര ചേച്ചിയുടെ ബർത്ത്ഡേ ആഘോഷത്തിൽ വെച്ചാണ് മത്സരാർത്ഥികളെ കുറച്ചുപേരെ കണ്ടത്. പിന്നെ റസ്മിൻ ഹൗസിൽ നിന്നിറങ്ങിയപ്പോൾ മുതൽ എനിക്കൊപ്പമുണ്ട്. നോറയും എനിക്കിഷ്ടമാണ്. ആരോടും എനിക്ക് കുഴപ്പമില്ല. ലൈഫിലേക്ക് വേണ്ടാത്തവരെ അറ്റാച്ച്മെന്റ് കാണിക്കാതെ മാറ്റി നിർത്തുന്നുവെന്ന് മാത്രം. ഗബ്രിയെ വിളിക്കാറുണ്ട്. ഹാപ്പിയായിരിക്കുന്നു. പുറത്തിരുന്ന് കളി കാണുന്നത് പോലെയല്ല ബിഗ് ബോസ് ഷോ. നല്ലതും ചീത്തയുമായി ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കും. സീക്രട്ട് ഏജന്റ് പൊളിയാണ്. ഹൗസിലെ സായ് കൃഷ്ണനെ എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ സിബിനും അടിപൊളിയാണ്. ചെറിയ വർക്കുകൾ വരുന്നുണ്ട്, പക്ഷെ ഒന്നും ഞാൻ എടുത്തു തുടങ്ങിയിട്ടില്ല. കാരണം ഞാനിപ്പോൾ ഒന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. ലാലട്ടന്റെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളത് തനിക്കാണെന്നും ജാസ്മിൻ. റസ്മിൻ ഇടയ്ക്കിടെ പറയും ഞാൻ സ്ട്രോങ് ആണെന്ന്. ആര് തളർത്തിയാലും തളരാതെ ഇരിക്കുക എന്നത് നമ്മുടെ ആവശ്യമല്ലേ. അരി വാങ്ങേണ്ടതുകൊണ്ട് യൂട്യൂബ് വീഡിയോ ഞാൻ ഇടും. പലരെയും കാണാൻ പോയിട്ടില്ല. ആവശ്യമില്ലാത്തവർ നമ്മുടെ ലൈഫിൽ വേണ്ട. എല്ലാ അവസ്ഥയിലും നമ്മുടെ കൂടെ നിൽക്കുന്നവർ മാത്രം മതിയെന്നും ജാസ്മിൻ പറയുന്നു. നമ്മൾ മാറുമ്പോൾ പൈസയ്ക്ക് ഒറ്റുന്നവരും പൈസയ്ക്ക് വേണ്ടി നമ്മളെ ഇട്ടുകൊടുക്കുന്നവരുമായവർ ഇനി ജീവിതത്തിൽ വേണ്ട. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നെഗറ്റീവൊക്കെ ഇഗ്നോർ ചെയ്യും. നല്ല രീതിയിൽ തകർന്നിരിക്കുകയായിരുന്നു ഞാൻ. ഇനിയും ഞാൻ ഇന്റർവ്യൂവിന് വേണ്ടി നിന്ന് കൊടുക്കില്ലെന്നും ജാസ്മിൻ. എന്റെ ട്രോളുകൾ കുറേയൊക്കെ കണ്ട് ചിരിച്ച് ഞാൻ മണ്ണ് കപ്പി. കല്ലല്ലാത്തത് കൊണ്ട് വിഷമമൊക്കെ എനിക്കുണ്ട്. മാരേജ് ഇപ്പോഴൊന്നും ഉണ്ടാവില്ല. അവർ എന്തിയേ, ഇവർ പോയോ എന്നൊക്കെ ചോദിച്ചുള്ള കമന്റുകൾ കാണുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇഗ്നോർ ചെയ്യും. അതുകൊണ്ട് വെറുതെ ടൈപ്പ് ചെയ്ത് സമയം കളയണ്ട. ഒഴിവാക്കിയവർ തന്നെയാണ്. ഞാൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഞാൻ അനുഭവിക്കും. ഉമ്മയും അത്തയുമെല്ലാം സുഖമായിരിക്കുന്നു. ഒരുപാട് പേർ വിളിച്ച് സംസാരിക്കാറുണ്ട്. പുറത്തിറങ്ങിയ ശേഷം സൈബർ ബുള്ളിങ് കുറവാണ്. ഞാൻ ഹൗസിലായിരുന്നപ്പോൾ ആയിരുന്നു കൂടുതൽ. അന്നത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്റെ വീട്ടുകാരെയാണ്. അവർ ഒരുപാട് അനുഭവിച്ചു. എന്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെന്നും ജാസ്മിൻ. എന്നെ സ്നേഹിച്ചവർ എന്നോട് വിശ്വാസവഞ്ചന കാണിച്ചു. എന്നെയും എന്റെ വീട്ടുകാരെയും മാനിപ്പുലേറ്റ് ചെയ്ത് കാശുണ്ടാക്കി. PR വർക്ക് കൊടുത്ത് ആളുകളെ പിടിക്കാൻ മാത്രം കാശ് എന്റെ വീട്ടിലില്ലെന്നാണ് ജാസ്മിൻ പറഞ്ഞത്. പിന്നെ എന്റെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല. എന്റെ വീടെന്ന് പറഞ്ഞ് ഏതോ ഒരു ചാനൽ ഏതോ ഒരു നാട്ടിൽ പോയി വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എന്റെയല്ല. പിന്നെ ഞാനെല്ലാം വിടുവാണ്. എനിക്കെന്റെ ലൈഫ് നോക്കണം.